ഭാരതാംബയുടെ ചിത്രം കണ്ടാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹാലിളകാൻ കാരണമെന്താ? ചങ്കിൽ ചൈനയല്ലേ? ഹാലിളകിയില്ലെങ്കിലല്ലേ അതിശയിക്കേണ്ടതുള്ളൂ. അത്തരത്തിലൊരു ദൃശ്യത്തിനാണ് ഇന്ന് രാജ്ഭവൻ സാക്ഷ്യം വഹിച്ചത്. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി നടക്കുന്ന വേദി. ഈ വേദിയിൽ കാവിക്കൊടിയേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രമുണ്ട്. ഈ ചിത്രം കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ ചൊടിപ്പിച്ചു. രാജ്ഭവനിലെ വേദിയിൽ RSS പരിപാടികളിൽ ഉപയോഗിക്കുന്ന ചിത്രമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് മന്ത്രി പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ വെച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കൃഷിമന്ത്രി P. പ്രസാദും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യാനാണ് നിശ്ചയിച്ചിരുന്നത്. ഇതിനു പിന്നാലെ വേദിയിലെ ചിത്രത്തെക്കുറിച്ചുള്ള അതൃപ്തി രാജ്ഭവൻ അധികൃതരെ കൃഷിവകുപ്പ് അറിയിക്കുകയായിരുന്നു. രാജ്ഭവന്റെ സെൻട്രൽ ഹാളിലെ ഈ ചിത്രം നേരത്തെ തന്നെ വെച്ചതാണ് എന്നും മുൻപ് പല പരിപാടികളും ഈ പശ്ചാത്തലത്തിൽ നടന്നതാണ് എന്നും അതിനാൽ ചിത്രം നീക്കാനാകില്ല എന്നുമുള്ള നിലപാട് ഗവർണർ സ്വീകരിച്ചു. ഇതോടെ മന്ത്രി പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനമാണ് വകുപ്പിൽ നിന്നും ഉയരുന്നത്. സർക്കാർ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് കൃഷി വകുപ്പ് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിക്കാണ് ഭാരതാംബയുടെ ചിത്രം വേദിയിൽ സ്ഥാപിച്ചിരുന്നത്. ഈ പരിപാടിയിൽ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും നടത്തിയിരുന്നു. എന്നാൽ ഈ ചിത്രം പിന്നീട് എടുത്തു മാറ്റേണ്ട എന്ന തീരുമാനമാണ് ഗവർണർ കൈക്കൊണ്ടത്. പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിപാടിയിലും ഈ ചിത്രം ഉണ്ടായതോടെ എടുത്തു മാറ്റണം എന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടു. എങ്കിലും ഭാരതാംബയുടെ ചിത്രം മാറ്റില്ല എന്ന നിലപാട് ഗവർണർ സ്വീകരിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഭാരതീയരുടെ ഇടയിൽ ദേശീയ വികാരം ഉണർത്താനാണ് ഈ ബിംബം പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. അംബാനിദ്രനാഥിന്റെ ചിത്രം സിസ്റ്റർ നിവേദിതയെ വളരെയധികം ആകർഷിച്ചു. 4 കൈകളിൽ ശിക്ഷയും ദീക്ഷയും അന്നവും വസ്ത്രവും സ്വന്തം മക്കൾക്ക് നൽകുന്ന ഭാരതാംബയുടെ സങ്കല്പം വളരെ സംശുദ്ധമാണെന്നും അഭിപ്രായപ്പെട്ടു. ഗംഗയുടെ നാട് എന്നാണ് സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശീയവാദിയുമായിരുന്ന സുബ്രഹ്മണ്യ ഭാരതി ഭാരതാംബയെ സങ്കല്പിച്ചിരുന്നത്. അദ്ദേഹത്തിന് പരാശക്തിയും ഭാരതാംബയും ഒന്നായിരുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പരിപാടിയിൽ നിന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒഴിവാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി രാജ്ഭവൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഭാരതമാതാവിന്റെ ചിത്രം മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു എന്നും മാറ്റാൻ കഴിയില്ലെന്നും ഗവർണർ വ്യക്തമാക്കിയെന്നാണ് രാജ്ഭവന്റെ വിശദീകരണത്തിൽ പറയുന്നത്. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ എന്തു വേണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കും എന്ന ഗവർണർ നിലപാട് സ്വീകരിച്ചു. രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ സ്ഥിരമായി ഉള്ള ചിത്രമാണിതെന്നും മാറ്റാൻ കഴിയില്ലെന്നും ഗവർണർ നിലപാടെടുത്തു. തുടർന്നാണ് സർക്കാർ പരിപാടി ഒഴിവാക്കിയത്. അതേസമയം പരിപാടി രാജ്ഭവനിൽ നിന്നും മാറ്റിയതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഗവർണറുടെ നിലപാട് കൃഷിമന്ത്രി P. പ്രസാദ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. തുടർന്നാണ് പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റിയത്. ചീഫ് സെക്രട്ടറിയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം ഭാരതാംബ മതചിഹ്നമല്ല എന്നും സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നും ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കി. രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഭാരതാംബ. ഭാരതാംബയുടെ ചിഹ്നം രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എങ്കിൽ ഈ ജീവിക്കുന്ന രാജ്യം സ്വന്തം രാജ്യമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഭാരതാംബയെ ബഹുമാനിക്കാനും ഭാരതാംബയുടെ ആദരവ് കാണിക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ജീവിക്കുന്നത് ഇവിടെയും കൂറ് മറ്റു പലരോടും ആണ് എങ്കിൽ എങ്ങനെയാണ് ഭാരതാംബയെ ഒരു സംസ്കാര ചിഹ്നമായി ഇവരൊക്കെ അംഗീകരിക്കുക? ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.